ിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരണ ജാഥയുമായി CPM. ഫെബ്രുവരി 20 മുതൽ മാർച്ച് 18 വരെ സംസ്ഥാന സെക്രട്ടറി ക്യാപ്റ്റനായി ജാഥ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനാ സംവിധാനം സജീവമാക്കാനും ലക്ഷ്യമിട്ടാണ് ജാഥ. ആലപ്പുഴയിലെ സംഘടനാ വിഷയങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. തെറ്റായ പ്രവണതകൾ ഇടപെട്ട് തിരുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ സജീവമാക്കുകയാണ് CPM. ജനവികാരമറിയാനുള്ള ഗൃഹസന്ദർശനത്തിന് പിന്നാലെയാണ് സംസ്ഥാന ജാഥ. സംഘപരിവാർ വർഗീയതയ്ക്കെതിരെയും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള വാഹന ജാഥയിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ചർച്ചയാക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരായി ഓരോ ദിവസവും ജനവിരുദ്ധ നിലപാടുകളാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള തൊഴിലില്ലായ്മയുടെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനവിരുദ്ധമായ ഈ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു മാനേജറായ ജാഥയിൽ CS സുജാത, M സ്വരാജ്, ജെയ്സി തോമസ്, KT ജലീൽ എന്നിവരാണ് അംഗങ്ങൾ. തുടർഭരണത്തിന്റെ ആലസ്യമില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം സജ്ജമാക്കാൻ ജാഥ സഹായിക്കുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. അരാജക പ്രവണതകളിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പാർട്ടിയെ കുരുക്കിലാക്കിയ ലഹരിക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കില്ല. ഏതെങ്കിലും പ്രവണത അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ കണ്ട പ്രവണതയെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും തിരുത്തുകയും ചെയ്യും. അതിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ലഹരിക്കടത്തിൽ ഏരിയ കമ്മിറ്റി അംഗം ഷാനവാസിന്റെ സസ്പെൻഷൻ പാർട്ടിയുടെ ജാഗ്രതയുടെ ഭാഗമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന കോൺഗ്രസ് MPമാരുടെ പ്രസ്താവന ഒന്നും ചെയ്യാത്തത് കൊണ്ടാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പരിഹസിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.